ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ കൊഞ്ച് തീയൽ. വളരെ സാധാരണമായി വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവം തന്നെയാണ്. എന്നാൽ ബിഗിനേഴ്സിൽ പലരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല. നോക്കിയാലോ? പാനിൽ 1.5 കപ്പ് തേങ്ങ, 1.5 നിങ്ങൾ എടുക്കുന്നത് കൊഞ്ചിൻ്റെ അളവനുസരിച്ചായിരിക്കണം. ഞാനിപ്പോൾ 250 ഗ്രാം കൊഞ്ചാണ് എടുക്കുന്നത്. 1.25 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, തിരുമിയതാണ്. ഇത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്യാസ് കൂട്ടി വെച്ച് തന്നെ നമുക്ക് വറുത്തെടുക്കാം. തേങ്ങ നല്ല ബ്രൗൺ കളറിലാകുന്നവരെ വറുത്തെടുക്കണം. ഇതിനോടൊപ്പം 4 കൊച്ചുള്ളി, കുറച്ച് കറിവേപ്പില, ഇത് നമുക്ക് നന്നായിട്ടിനി വറുത്തെടുക്കാം. തേങ്ങ നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഉലുവ പൊടിച്ചത് എല്ലാം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചെയ്താലും മതി. ആ ചൂട് കൊണ്ട് തന്നെ പൊടികളുടെ ഒരു മണമൊക്കെ ഒന്ന് മാറും. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. വെള്ളം 1-2 സ്പൂൺ മാത്രം ഒഴിച്ചാൽ മതിയാകും. തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഇതിലേക്ക് കടുക്, 2-3 വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. 1-2 പച്ചമുളക്, കുഞ്ഞുള്ളി ഒരു 15 നീളത്തിൽ അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് വഴറ്റാം. ഇതിലേക്ക് ചെറിയൊരു തക്കാളി മുറിച്ചതും 4-5 കഷ്ണം മുരിങ്ങയ്ക്കയും ചേർത്ത് ഒന്ന് വഴറ്റാം. എല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയം നെല്ലിക്ക വലിപ്പത്തിൽ ഒരു പുളി എടുത്തിട്ട് അത് വെള്ളത്തിൽ പിഴിഞ്ഞ് 1 കപ്പോളം വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. മുരിങ്ങയ്ക്കായും തക്കാളിയും കൊച്ചുള്ളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കൊഞ്ച് ചേർക്കാം. കൊഞ്ച് വേവാനായിട്ട് ഒരു 7 മുതൽ 10 മിനിറ്റ് വരെ സമയം മതിയാകും. നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. കൊഞ്ചെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. കൊഞ്ച് തീയൽ റെഡിയായോ നോക്കാം. റെഡിയായി വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. അങ്ങനെ കൊഞ്ച് തീയൽ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.